guys, welcome back to our channel Mills and Moms. Last video Vidya നിങ്ങൾക്ക് 6th chapter anatomy പിന്നെ ICT guidelines ആയിരുന്നു പറഞ്ഞു തന്നിരുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന 7th chapter ആണ് ഐ ആൻഡ് അഡിനെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ICT യുടെ ചാപ്റ്റർ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഐയുടെ അനാറ്റമി നോക്കാം. അതായത് ജസ്റ്റ് സ്ട്രക്ചർ എന്താണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ബ്രീഫ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഞാൻ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഡിസീസ് കണ്ടീഷനും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഗ്ലക്കോമ ആണ് നമ്മൾ കൂടുതലും, കാരണം നമുക്കിതിനകത്ത് ICDയുടെ ആവശ്യത്തിനായിട്ട് ഗ്ലക്കോമയാണ് നമുക്കിതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഗ്ലക്കോമ അതിൻ്റെ ഡീറ്റെയിൽസും കുറച്ച് ഞാൻ ഡിസ്ക്രിപ്റ്റീവായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ അനാറ്റമി എന്താണെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് വൺ ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ വരച്ചു വെച്ചേക്കുന്ന പോലെ തന്നെ ഐറിസ്, ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്തേക്കുന്നതേ ഉള്ളൂ. ഐറിസ്, കോർണിയ, ലെൻസ്, പ്യൂപ്പിൾ, കൺജങ്ക്റ്റൈവ, റെറ്റിന, ഒപ്റ്റിക് നെർവ്, മാക്യുള, റെറ്റിനൽ ബ്ലഡ് വെസൽസ്, പിന്നെ വിട്രസ് ബോഡി. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് കോഡിംഗ് പാർട്ട് ഓഫ് വ്യൂവിൽ ഏതാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും കാര്യങ്ങൾ ജസ്റ്റ് എന്താണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോർണിയ. കോർണിയ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ, അതായത് ക്ലിയർ വിൻഡോ, അതായത് ഫസ്റ്റ് വൺ നമ്മുടെ ലൈറ്റ് എൻട്രി ചെയ്യുന്ന പോർഷനാണ് കോർണിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്ലിയർ ഫ്രണ്ട് വിൻഡോ ഓഫ് ദ ഐസ് എന്നാണ് ഇതിന് പറയുന്നത് കോർണിയയ്ക്ക്. അത് ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് വിടുന്നതാണ് കോർണിയയുടെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഐ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ സെൻസ് ഓർഗൻസിൽ പെട്ടതാണ് ഐ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഐയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ വിഷൻ ആണ് ഇതിന്റെ ഫംഗ്ഷൻ. അപ്പം കോർണിയ അതിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് റേസിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് വിടുന്നതാണ് കോർണിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഐറിസ്. ഐറിസ് എന്ന് പറയുന്നത് കളേർഡ് പാർട്ട് ഓഫ് ദ ഐ, അതായത് നമ്മുടെ പ്യൂപ്പിൾ അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണമണിയുടെ ചുറ്റുമുള്ള ഭാഗത്തെ കളേർഡ് ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ ഐറിസ് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് ലൈറ്റ് ആണോ നമ്മുടെ കണ്ണിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ കിടന്നിട്ടൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് ലൈറ്റ് ഇടുമ്പോഴത്തേക്കും നമ്മൾ കണ്ണിങ്ങനെ ചിമ്മിക്കളയത്തില്ലയോ, അന്നേരം അതായത് കണ്ടമാനം ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് നമുക്കൊരു ബ്ലിങ്കിങ് റിഫ്ലക്സ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പം അത് എത്ര എമൗണ്ട് ആണോ നമ്മുടെ ഐയിലോട്ട് എൻ്റർ ചെയ്യേണ്ടത് അതിനെ ലിമിറ്റ് ചെയ്യുന്നതാണ് ഐറിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ ചുറ്റുമുള്ള കളേർഡ് ആയിട്ടുള്ള പോർഷനാണ് ഐറിസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്യൂപ്പിൾ. പ്യൂപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി. ഡാർക്ക് അപ്പൻഡേജ് ആണ്. ഡിറ്റർമൈൻസ് ഹൗ മച്ച് ലൈറ്റ് ഇസ് ലെറ്റ് ഇൻ ടു ദ ഐ, അതായത് എത്രത്തോളം വെട്ടമാണോ നമ്മുടെ കണ്ണിന്റെ അകത്തോട്ട് പ്രവേശിച്ചിരിക്കുന്നത് അത് ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും കണ്ണിന്റെ കൃഷ്ണമണിയായിരിക്കും. ഓക്കെ, അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഐറിസും പിന്നെ പ്യൂപ്പിൾ എന്ന് പറയുന്നതാണ് എത്രത്തോളം ആണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ലെൻസ്. ലെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ട്രാൻസ്പെറന്റ് ആണ്. ട്രാൻസ്പെറന്റ് സ്ട്രക്ചർ ഇൻസൈഡ് ദ ഐ ദാറ്റ് ഫോക്കസ് ലൈറ്റ് റേസ് ഓൺ ടു ദ റെറ്റിന, അതായത് റെറ്റിനയിലേക്ക് നമ്മുടെ ലൈറ്റ് റേസിനെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അത് ഫോക്കസ് ചെയ്യുന്നത്. ലെൻസിൽ എന്താണ് വരുന്നത്, ഫോക്കസിങ് ആണ് എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പം ലൈറ്റ് റേസിനെ ഇമേജ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് ഫോക്കസിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വരുന്നത് റെറ്റിനയാണ് വരുന്നത്. റെറ്റിനയ്ക്കകത്തിൽ നെർവ് ലെയർ ദാറ്റ് ലൈൻസ് ദ ബാക്ക് ഓഫ് ദ ഐ senses the light and creates electrical impulses that travel through optic nerve to the brain. ഇപ്പൊ നമുക്ക് പലതരത്തിലുള്ള നെർവ്സ് ഉണ്ട് അല്ലെ. ഫേസിലാണെങ്കിൽ ഫേഷ്യൽ നെർവ്, ഇപ്പൊ കണ്ണിൽ വരുമ്പോഴത്തേക്ക് ഒപ്റ്റിക് നെർവ്, ഓൾഫാക്ടറി നെർവ്, അങ്ങനെ നമുക്ക് ക്രേനിയൽ നെർവ്സ് പലതരത്തിലുണ്ട് അല്ലെ. നമുക്കത് അനാറ്റമിയുടെ സെഷൻസ് എടുക്കുന്ന ടൈമിൽ നമുക്കിതെല്ലാം പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഒപ്റ്റിക് നെർവാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം കാരണം ഒപ്റ്റിക് നെർവിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ചാപ്റ്ററിൽ. ഗ്ലക്കോമയുടെ ചാപ്റ്ററൊക്കെ ഗ്ലക്കോമ ഒക്കെ പഠിക്കുമ്പോൾ ആണെങ്കിലും ഒപ്റ്റിക് നെർവിന്റെ ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിനകത്ത് ഈ റെറ്റിന എന്ന് പറയുന്നത് നെർവ് ലെയർ ആണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസസ് ഓൺ ദ ലൈറ്റ് ഓൺ ടു ദ റെറ്റിന, ഇമ്പൾസസ് ദ ട്രാവൽ ത്രൂ ദ ഒപ്റ്റിക് നെർവ് ടു ദ ബ്രെയിൻ. ഒപ്റ്റിക് നെർവിൽ നിന്ന് ലൈറ്റിന്റെ ഇമ്പൾസസ് ബ്രെയിനിലേക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഒപ്റ്റിക് നെർവ് connects the eye to the brain and carries electrical impulses formed in the retina to the visual cortex of the brain. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു ഇമേജ് കണ്ടു എന്ന് വിചാരിച്ചു. അപ്പം ഫസ്റ്റ് നമ്മുടെ കണ്ണിലോട്ട് എന്താ ചെയ്യുന്നത്, ലൈറ്റ് എൻ്റർ ചെയ്യും. ലൈറ്റ് എൻ്റർ ചെയ്തിട്ട് ഇത് തിരിച്ച് റെറ്റിനയിലേക്ക് പോയി പതിയും. ഇത് റെറ്റിനയിൽ നിന്ന് നേരെ ഇത്
ലെൻസിലേക്ക് ഇത് ഫോക്കസ് ചെയ്യും. ലെൻസിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഒപ്റ്റിക് നെർവ് ഈ ഇമ്പൾസ് നമ്മുടെ ബ്രെയിനിലോട്ട് പാസ് ചെയ്യും. ബ്രെയിനിലോട്ട് ഇമ്പൾസ് പാസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്ത് ഒബ്ജക്റ്റ് ആണ് നമ്മൾ കണ്ടെന്നുള്ളത്. മനസ്സിലായി? അതാണ് അതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കോർണിയയിൽ കൂടെ നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് എൻ്റർ ചെയ്യുന്നു. അവിടെ നിന്ന് നേരെ എവിടോട്ടാണ് പോകുന്നത്? പ്യൂപ്പിൾസിൽ കൂടെ റെറ്റിനയിലേക്ക് എത്തുന്നു. റെറ്റിനയിൽ നിന്ന് ലെൻസിലോട്ട് ഇത് ഫോക്കസ് ചെയ്യും. ലെൻസിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ അവിടുന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ത്രൂ ഒപ്റ്റിക് നെർവ് നമ്മുടെ ബ്രെയിനിലെത്തും. ബ്രെയിനിലെത്തി കഴിയുമ്പോഴാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ദാറ്റ് വിച്ച് ഒബ്ജക്ട് വിച്ച് വി ഹാവ് സീൻ എന്നുള്ളത്. അല്ലേ? പിന്നെ നമ്മൾ 11th പഠിക്കുന്ന സമയത്ത് ഫിസിക്സിൽ നമ്മൾ പ്രിസം വെച്ചൊക്കെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാറുണ്ട്, ഇല്ലേ? ഫോക്കസിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടും ഒപ്റ്റിക് നെർവിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വിട്രസ് എന്ന് പറയുന്നത് ഇതൊരു ക്ലിയർ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. അത് നമ്മുടെ കണ്ണിന് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ടേം ഞാൻ എഴുതിയിട്ടുണ്ട്, അഡിനെക്സ എന്ന് പറഞ്ഞിട്ട്. അഡിനെക്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അഡ്ജസന്റ് ഓർഗൻസ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. കേട്ടോ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. എങ്ങനെയാണ് ഒരു ഇമേജ് ഫോർമേഷൻ ഉണ്ടാകുന്നത്, ആ ഇമേജ് ഫോർമേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ പാർട്സ് ഈസി ആയിട്ട് ഓർത്ത് വെക്കാനെ കൊണ്ട് പറ്റും. ഓക്കെ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയേഴ്സ് ഓഫ് ദ ഐ ആണ്. 3 ലെയർ ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിൽ ഔട്ടർ ലെയർ, മിഡിൽ ലെയർ, ഇന്നർ ലെയർ എന്നിട്ട് 3 എണ്ണമാണ് വരുന്നത്. ഇതിൽ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് വൈറ്റ് അല്ലെങ്കിൽ സ്ക്ലിയർ, നമ്മുടെ കണ്ണിന്റെ വെളുത്ത ഭാഗത്തെയാണ് നമ്മൾ സ്ക്ലിയർ അല്ലെങ്കിൽ വൈറ്റ് പോർഷൻ ഓഫ് ദ ഐ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഔട്ടർ ലെയർ ഓഫ് ദ ഐ നമ്മൾ പറയുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ മിഡിൽ ലെയർ ആണ്. മിഡിൽ ലെയർ എന്ന് പറയുന്നതാണ് നമ്മുടെ കാരോട്ടിഡ് എന്ന് പറയും. കാരോട്ടിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്കുലാർ ലെയർ എന്നാണ് പറയുന്നത്. വാസ്കുലാർ എന്ന് പറയുമ്പോഴത്തേക്കും ഓർത്തോണം, ഇറ്റ് സംതിങ് റിലേറ്റഡ് ടു ദ വെയിൻസ്. ഇത് നമ്മുടെ ബ്ലഡ് സപ്ലൈ, കണ്ണിന്റെ ബ്ലഡ് സപ്ലൈസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് നമ്മളുടെ മിഡിൽ ഐയിൽ. ഓക്കെ, പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നതാണ് റെറ്റിന. റെറ്റിന ഞാൻ പറഞ്ഞു ഓൾറെഡി, എന്താണ്? നെർവ് ലെയേഴ്സ് ആണ് റെറ്റിന എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ബ്രീഫായിട്ട് നമുക്ക് ഇതിന്റെ സ്ട്രക്ചറും ഇതിന്റെ ഫംഗ്ഷനും എന്താണെന്നുള്ളത്. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് ഗ്ലക്കോമ എന്താന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം വാട്ട് ഈസ് ഗ്ലക്കോമ? മെയിൻ ആയിട്ട് നമുക്ക് അറിയാനുള്ളത് എന്താണ് ഗ്ലക്കോമ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പം സിംപ്ലി ചിന്തിക്കുകയാണെങ്കിൽ ഗ്ലക്കോമ എന്ന് പറഞ്ഞാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. ബട്ട് നമ്മളിത് ഐഡന്റിഫൈ ചെയ്യാതിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനന്റ് വിഷൻ ലോസ് തന്നെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതിന്റെ കുറച്ച് സിംറ്റംസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്കിത് വരുന്നതാണല്ലോ ഈ സിംറ്റംസ്. ബട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് കീ സിംറ്റംസ് പറയുന്നുണ്ട്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ അത് ഗ്ലക്കോമ ആയിരിക്കാം. എന്ന് പറഞ്ഞ് ഈ സിംറ്റം വരുന്നവർക്കെല്ലാം ഗ്ലക്കോമ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ബട്ട് ഈ സിംറ്റംസ് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കെയർഫുൾ ആയിരിക്കണം. ജസ്റ്റ് ഒന്ന് ഒഫ്താൽമോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, കാരണം ഇതിന് ഏജ് ഒരു ബാരിയർ അല്ല. ഗ്ലക്കോമയ്ക്ക് ഒരിക്കലും ഒരു ഏജ്, ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് വരാവൂന്നോ അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ് ഗ്ലക്കോമ? ഗ്ലക്കോമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക് നെർവിനെ ഡാമേജ് ചെയ്യുന്നതാണ് ഗ്ലക്കോമ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും എങ്ങനെയോ ഒപ്റ്റിക് നെർവ് ഡാമേജ് ആവുന്നത്. ഒപ്റ്റിക് നെർവ് ഡാമേജ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് ഇൻട്രാ ഓക്കുലാർ പ്രഷർ എന്ന് പറയും, IOP, അതായത് ഇൻട്രാ ഓക്കുലാർ പ്രഷർ. ഈ ഇൻട്രാ ഓക്കുലാർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, ഇത് കൂടുന്ന സമയത്ത് നമ്മുടെ ഒപ്റ്റിക് നെർവ് ഡാമേജ് ആവും. ഈ ഒപ്റ്റിക് നെർവ് ഡാമേജ് ആകുമ്പം അല്ലെങ്കിൽ ഈ ഇൻട്രാ ഓക്കുലാർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന ടൈമിൽ കുറേ സൈൻസ് ആൻഡ് സിംറ്റംസ് നമ്മുടെ കണ്ണ് കാണിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ നമ്മൾ ഇതിനകത്ത് കുറേ കാര്യങ്ങളും നമ്മൾ ഇഗ്നോർ ചെയ്യും. സ്പെഷ്യലി ഇപ്പം IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കണ്ണിന് ഇങ്ങനെ വെള്ളം എടുക്കുകയാണെങ്കിൽ അവർ വിചാരിക്കും നമ്മൾ എപ്പോഴും 8 hours നമ്മുടെ ഡ്യൂട്ടി അവേഴ്സിൽ നമ്മൾ സിസ്റ്റവുമായിട്ട് ഫേസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം എന്ന് വിചാരിക്കും. ബട്ട് അങ്ങനെയല്ല, നമ്മൾ നെഗ്ലക്ട് ചെയ്യരുത്. മോർ ദാൻ ദാറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, മോർ ദാൻ നോർമൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ട് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക വെദർ ഇറ്റ് ഈസ് ഗ്ലക്കോമ ഓർ നോട്ട്. ഓക്കെ, അപ്പം വാട്ട് ഈസ് ഗ്ലക്കോമ? ഒപ്റ്റിക് നെർവിനെ ഡാമേജ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒപ്റ്റിക് നെർവ് ഡാമേജ് ആവുന്നത്? കണ്ണിൻ്റെ ഉള്ളിലെ പ്രഷർ, അതായത് ഇൻട്രാ ഓക്കുലാർ പ്രഷർ ഇൻക്രീസ് ആയിട്ടാണ് ഇത് നമ്മുടെ ഒപ്റ്റിക് നെർവ് ഡാമേജ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഗ്ലക്കോമ ഇസ് an eye disease that can damage your optic nerve. The optic nerve supplies visual information into your brain from your eyes. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു ഹൈ പ്രഷർ ഇൻസൈഡ് യുവർ ഐസ്, നമ്മുടെ കണ്ണിലെ പ്രഷർ കൂടുന്നത് കാരണമാണ് ഇങ്ങനൊരു പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് ഇതിന് മെയിനായിട്ട് നമ്മുടെ കണ്ണ് കാണിക്കുന്ന സിംറ്റംസ്.
അതിനകത്ത് വരുന്ന സിവിയർ ഐ പെയിൻ. അതാ ഞാൻ പറഞ്ഞത്, ഇതിനകത്തെ സിംറ്റംസ് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നുമോ ഇത് നമുക്ക് സ്ഥിരമായിട്ട് വരുന്നതാണല്ലോ എന്ന് വിചാരിക്കും. ബട്ട് അങ്ങനെയല്ല, മോർ ദാൻ നോർമൽ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലും കൂടുതലായിട്ട് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം സിവിയർ ഐ പെയിൻ, നോസിയ ആൻഡ് വോമിറ്റിംഗ്. നോസിയ ആൻഡ് വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കണ്ണിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കണക്ക് കൂട്ടത്തേ ഇല്ല അല്ലേ. ആസ് എ നോർമൽ നമ്മളിപ്പം നമുക്ക് മെഡിക്കലി അത്ര വലിയ ഇത് അറിയത്തില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്കൊന്ന് ഛർദ്ദിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഓക്കെ തന്നെ കണ്ണ് റിലേറ്റഡ് ആണ് നമ്മൾ ചിന്തിക്കുമോ? ഇല്ല. ഓക്കെ, അപ്പം അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. എന്ന് പറഞ്ഞാൽ നോസിയ ആൻഡ് വോമിറ്റിംഗ് മാത്രം വരുവാണെങ്കിലല്ല, അസോസിയേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും സിംറ്റംസും കൂടെ വരുവാണെങ്കിൽ. ഓക്കെ, ദെൻ റെഡ്നെസ്, കണ്ണിന് ചുമപ്പ് വരിക. കണ്ണ് ഇങ്ങനെ കൺജക്റ്റിവൈറ്റിസ് പോലെയല്ല, ബട്ട് സ്റ്റിൽ ദർ വിൽ ബി എ റെഡിഷ് ടിഞ്ച് ഇൻ ദ ഐസ്. അതായത് ചുമന്ന നിറത്തിൽ കണ്ണ് കാണാനായിട്ട് പറ്റും. പിന്നെ സഡൻ വിഷൻ ഡിസ്റ്റർബൻസ്, അതായത് നമുക്ക് രാവിലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, ബട്ട് പെട്ടെന്ന് നമ്മുടെ കണ്ണിന് എന്തോ ഒരു ചെറിയൊരു മങ്ങൽ പോലെ തോന്നുന്ന ഒരു അവസ്ഥ. ഓക്കെ, അപ്പം അതാണ് സഡൻ വിഷൻ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. ദെൻ സീയിങ് കളേർഡ് റിങ്സ് അറൌണ്ട് ദ ലൈറ്റ്. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ലൈറ്റ് ഇട്ടേക്കുന്ന കാണും. അപ്പോൾ ആ ലൈറ്റ് ഇട്ടേക്കുന്നതിൻ്റെ ചുറ്റും ആക്ച്വലി അവിടെ റിങ്ങോ ഒന്നും ഇല്ല, പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നമുക്ക് കളറിലുള്ള റിങ്സ്, അതായത് മോസ്റ്റ്ലി അതൊരു വിബ്ജിയർ ആയിട്ടുള്ളൊരു റിങ്സ്, അതായത് ഈ എണ്ണ വെള്ളത്തിൽ വീഴുമ്പോൾ ഒരുമാതിരി ഒരു മെഴുക്ക് നിറം വരികയല്ലേ, വിബ്ജിയർ കളർ പോലെ വരികയല്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു സെയിം പാറ്റേണിലായിരിക്കും ഈ റിങ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് നമ്മുടെ ട്യൂബ് ലൈറ്റ് നോക്കുമ്പോഴത്തേക്കും, ട്യൂബ് ലൈറ്റിലോ ഏത് ലൈറ്റ് ആണെങ്കിലും ആ ലൈറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിന് ചുറ്റും റിങ്സ് ഇങ്ങനെ ഈ കളേർഡ് ഫോമിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പം അതെന്ന് പറഞ്ഞ ഒരു മെയിൻ ആയിട്ട് നമുക്ക് എപ്പോഴും സാധാരണ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല, ബട്ട് ഇത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബി കെയർഫുൾ. ദെൻ ബ്ലേർഡ് വിഷൻ. ബ്ലേർഡ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് മങ്ങിയ കാഴ്ച, അതാണ് ബ്ലേർഡ് വിഷൻ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. സിവിയർ ഐ പെയിൻ, നോസിയ ആൻഡ് വോമിറ്റിംഗ്, റെഡ്നെസ്, സഡൻ വിഷ്വൽ ഡിസ്റ്റർബൻസ്, കളേർഡ് റിങ്സ് അറൌണ്ട് ദ ഐസ് ആൻഡ് ബ്ലേർഡ് വിഷൻ. ഓക്കെ, ഇതാണ് സിംറ്റംസ് ഓഫ് ഗ്ലക്കോമ. ദെൻ വാട്ട് ആർ ദ കോസസ് ഓഫ് ഗ്ലക്കോമ? ഞാൻ പറഞ്ഞു, ഇനീഷ്യലി തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഗ്ലക്കോമ എന്താന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വാട്ട് ഈസ് ദ കോസ് ഓഫ് ഗ്ലക്കോമ. ഗ്ലക്കോമയുടെ കോസ് എന്ന് പറയുന്നത് ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടുന്നത് തന്നെയാണ് നമ്മുടെ ഗ്ലക്കോമയുടെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഏതൊക്കെ രീതിയിലാണ് ഇത് കൂടാനായിട്ടുള്ള ചാൻസ്? അതായത് മെയിൻ ആയിട്ട് ഇവർ പറയുന്നത് 3 to 4 തിങ്സ് ആണ് പറയുന്നത്. അതായത് ബ്ലോക്ക്ഡ് ഓർ റെസ്ട്രിക്റ്റഡ് ഡ്രെയിനേജ് ഇൻ ദ ഐസ്. അതായത് നമ്മുടെ കണ്ണിന് കണ്ണുനീര് പോകുമ്പം നമ്മൾ കരയുമ്പോൾ മാത്രമല്ല, അപ്പം എക്സസീവായിട്ടുള്ള ഡ്രെയിൻ, അതായത് വിട്രസ് അക്യൂസ് ഹ്യൂമറും എക്സസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പം കണ്ണിന് ഡ്രെയിൻ ചെയ്യും. ഈ ഡ്രെയിൻ ഔട്ട് ആവാതെ കണ്ട് ഇത് ബ്ലോക്ക്ഡ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ കൂടും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഒരു അണക്കെട്ടിനകത്ത് ഇപ്പോൾ വെള്ളം അതിന് കൊള്ളാവുന്ന കപ്പാസിറ്റിയിൽ കൂടുതൽ നമ്മൾ നിർത്തുവാണെന്നുണ്ടെങ്കിൽ അണക്കെട്ട് പൊട്ടിപ്പോത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു കപ്പാസിറ്റിയിൽ താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ വരുമ്പോഴാണ് അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്. മീൻസ് ഇത് പുറത്തോട്ട് പോകാൻ പറ്റാതെ കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ് മെയിനായിട്ട് പറയുന്ന ഒരു റീസൺ. ഇത് ബ്ലോക്ക്ഡ് ഓർ റെസ്ട്രിക്റ്റഡ് ഡ്രെയിനേജ് ഓഫ് യുവർ ഐ എന്നാണ് ഒരു റീസൺ പറയുന്നത്. പിന്നെ വരുന്നത് മെഡിക്കേഷൻസ്, അതായത് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എടുക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ചാൻസസ് കൂടുതലാണെന്നാണ് പറയുന്നത്. പിന്നെ പൂർ ഓർ റെഡ്യൂസ്ഡ് ബ്ലഡ് ഫ്ലോ, ഒപ്റ്റിക് നെർവിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറവാണെങ്കിലും ഇൻട്രാ ഓക്കുലർ പ്രഷർ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ വരുന്നത് നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ. ഓക്കെ, അതായത് ഇൻട്രാ ഓക്കുലർ പ്രഷറല്ല, നമ്മുടെ നോർമൽ ബോഡി പ്രഷർ കൂടുവാണെങ്കിലും ഇതൊരു കോസ് ആയിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് 4 കോസാണ് വരുന്നത്. ഒന്ന് ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ഡ്രെയിനേജ് വരുന്നത്, പിന്നെ കോർട്ടിക്കോസ്റ്റീറോയിഡ് പോലെ മെഡിസിൻ എടുക്കുന്ന ആൾക്കാർക്ക്, അതും അല്ലാന്നുണ്ടെന്ന ഏരിയയിൽ പൂർ ഓർ റെഡ്യൂസ്ഡ് ബ്ലഡ് ഫ്ലോ, അതായത് ഒപ്റ്റിക് നെർവിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഡിക്രീസ് ആകുമ്പോൾ, അതും അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ എലിവേറ്റ് ആകുമ്പോഴാണ് നമുക്ക് ഗ്ലക്കോമയുടെ കോസസ് അല്ലെങ്കിൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടാനായിട്ടുള്ള കോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് ഇതിൻ്റെ സിംറ്റംസും കോസസും. ഇനി നമുക്ക് ടൈപ്സ് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് ഗ്ലക്കോമയുടെ ടൈപ്സ് എന്താണെന്ന് നോക്കാം. മെയിൻ ആയിട്ട് ഇതിനകത്ത് വരുന്നത് 5 ടൈപ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പൺ ആംഗിൾ അല്ലെങ്കിൽ ക്രോണിക്, നെക്സ്റ്റ് വൺ ആംഗിൾ ക്ലോഷർ അല്ലെങ്കിൽ അക്യൂട്ട്, ദെൻ കൺജനൈറ്റൽ. ഓക്കെ, ദെൻ സെക്കൻഡറി ഗ്ലക്കോമ, നോർമൽ ടെൻഷൻ ഗ്ലക്കോമ. ഇത്രയാണ് ഗ്ലക്കോമയുടെ ടൈപ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ഫസ്റ്റ് വൺ ഓപ്പൺ ആംഗിൾ ഗ്ലക്കോമ. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രാജുവൽ അല്ലെങ്കിൽ ഗ്രാജുവൽ വിഷൻ ലോസ് ഉണ്ടാകുന്നതാണ് ഓപ്പൺ ആംഗിൾ ഗ്ലക്കോമ. ഇവിടെ ഈ പേര് പോലെ തന്നെയാണ് ഓപ്പൺ ആംഗിൾ ക്രോണിക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ക്രോണിക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്നത് ഒരു സഡൻ ഓൺസെറ്റ് അല്ല,
പതുക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് കാലതാമസം എടുത്ത്, അപ്പം ഇന്നിപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 6 മാസം 7 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമേ നമുക്കിതൊരു ഗ്ലക്കോമ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഇതിനൊരു ബെനിഫിറ്റ് ഉണ്ട്. നമ്മളിതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് വെച്ചിട്ട് നമ്മൾ നല്ലൊരു ഒഫ്താൽമോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്ത് നമുക്ക് നേരത്തെ തന്നെ ഇത് ഗ്ലക്കോമ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വിഷൻ ലോസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പ്രിവെന്റീവ് മെഷേഴ്സ്, അതിന്റെ മെഡിസിൻസോ കറക്റ്റീവ് സർജറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് പറ്റും. അതായത് ഏർലി സ്റ്റേജിൽ നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ. ഓക്കെ, അപ്പം ഇതാണ് ഓപ്പൺ ആംഗിൾ ഗ്ലക്കോമ. ഓപ്പൺ ആംഗിൾ ഗ്ലക്കോമ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തോണം, ഗ്രാജുവൽ ആയിട്ടാണ് അതിനകത്ത് വിഷൻ ലോസ് വരുന്നത്. അത്രയും മാത്രമാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കാനുള്ളത്. നെക്സ്റ്റ് വൺ, ആംഗിൾ ക്ലോഷർ ഗ്ലക്കോമ. ആംഗിൾ ക്ലോഷർ ഗ്ലക്കോമ അല്ലാന്നുണ്ടെങ്കിൽ അക്യൂട്ട്. അക്യൂട്ട് എന്ന് പറയുമ്പോൾ ഓർത്തോണം, സഡൻ ഓൺസെറ്റ് ആയിരിക്കും. അത് പെട്ടെന്ന്. ഓക്കെ, അക്യൂട്ട് ലാരഞ്ചൈറ്റിസ് അല്ലെങ്കിൽ അക്യൂട്ട് ഫാരഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ സഡൻ ആയിട്ടുണ്ടാവുന്ന ഓൺസെറ്റ് സഡൻ ആയിരിക്കും. ഓക്കെ, അതായത് എന്തായിരിക്കും അപ്പം ഈ ഓപ്പൺ ആംഗിൾ ഗ്ലക്കോമ? അതായത് ബേസിക്കലി പെട്ടെന്ന് നമ്മുടെ കണ്ണിന് എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് സംഭവിക്കുക, പെട്ടെന്ന് നമ്മുടെ ഒപ്റ്റിക് നെർവിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ സംഭവിച്ചു, പെട്ടെന്ന് ലാക്രിമൽ ഗ്ലാൻഡിന് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ സംഭവിച്ചു, നോർമൽ ആയിട്ടുള്ള ഇത് ലാക്രിമേഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ IOP ഇൻക്രീസ് ചെയ്യും. എന്താണ് IOP? ഇൻട്രാ ഓക്കുലർ പ്രഷർ. ഇൻട്രാ ഓക്കുലർ പ്രഷർ സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്ലക്കോമ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എമർജൻസി സിറ്റുവേഷൻ ആണ്. അപ്പം തന്നെ നമ്മൾ മെഡിക്കൽ ഫെസിലിറ്റിയിൽ പോയില്ലെങ്കിൽ നമുക്ക് പെർമനന്റ് വിഷൻ ലോസ് ഉണ്ടാകാനായിട്ടുള്ള എല്ലാ ചാൻസസും ഉള്ളൊരു ഗ്ലക്കോമയാണ് ഓപ്പൺ ആംഗിൾ ഗ്ലക്കോമ. ഓക്കെ, അപ്പം വി ഷുഡ് കൺസിഡർ ദിസ് വൺ ആസ് എ വെരി മച്ച് എമർജൻസി. എന്നുവെച്ചാൽ നമ്മൾ വേഗം തന്നെ ER റഷ് ചെയ്യുക, നമ്മൾ ഡോക്ടറെ അടുത്ത് വിവരം പറഞ്ഞ് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ കംപ്ലീറ്റ് വിഷൻ ലോസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ഇതാണ് ഓപ്പൺ ആംഗിൾ ഗ്ലക്കോമ, അല്ലെന്നുണ്ടെങ്കിൽ അക്യൂട്ട് എന്ന് പറയാം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കൺജനൈറ്റൽ. കൺജനൈറ്റൽ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ഓർത്തോണം, കൺജനൈറ്റൽ എന്ന് പറയുമ്പോൾ ഫ്രം ബർത്ത് ആണ്. നമ്മൾ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ കുറെ കൺജനൈറ്റൽ ഡിസീസ് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഫ്രം ബർത്ത് തന്നെ ആ കുട്ടിക്കുള്ള ഒരു ഗ്ലക്കോമയാണ് കൺജനൈറ്റൽ ഗ്ലക്കോമ എന്നാണ്. അതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ഐസ് എന്ന് പറയുന്നത് ക്ലൗഡി ഐസ് ആയിരിക്കും. സെൻസിറ്റീവ് ടു ലൈറ്റ്. സെൻസിറ്റിവിറ്റി ടു ലൈറ്റ് എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ഇപ്പൊ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വേഗം നല്ല വാട്ടർ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്യുവാണെങ്കിൽ, ഭയങ്കര ബ്രൈറ്റ്നസ് ആയിട്ടുള്ള ലൈറ്റ് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ കണ്ണ്, ഇപ്പം അധികം ബ്രൈറ്റ്നസ് ഉണ്ടെന്നല്ല, സെൻസിറ്റിവിറ്റി ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ബ്രൈറ്റ്നസ് കുറവുള്ള ലൈറ്റ് ഇട്ടാലും കുഞ്ഞുങ്ങൾക്ക് കണ്ണ് ആ ലൈറ്റിനോട് അവർ റെസിസ്റ്റൻസ് കാണിക്കും. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാവും അവർ ലൈറ്റിനോട് സെൻസിറ്റീവ് ആണെന്നുള്ളത്. അപ്പം മെയിനായിട്ട് 2 കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ക്ലൗഡി ഐസ് ആയിരിക്കും, മീൻസ് ഒരു മൂടി കെട്ടിയ പോലത്തെ കണ്ണായിരിക്കും കുഞ്ഞിന്റെ. അതേപോലെ തന്നെ സെൻസിറ്റീവ് ആയിരിക്കും, ലൈറ്റിനോട് ഭയങ്കര സെൻസിറ്റിവിറ്റി ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഗ്ലക്കോമ. സെക്കൻഡറി എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കണം, ഡ്യൂ ടു സം അതർ റീസൺസ് ആണ്. ഡയബറ്റീസ് പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു സെക്കൻഡറി ഡയബറ്റീസ് മെലൈറ്റിസ്. അതേപോലെ തന്നെയാണ് സെക്കൻഡറി ഗ്ലക്കോമ. ഞാൻ കോസസ് ഓഫ് ഇൻക്രീസ്ഡ് ഇൻട്രാ ഓക്കുലർ പ്രഷർ പറഞ്ഞില്ലേ, അന്നേരം ഞാൻ പറഞ്ഞില്ലേ മെഡിക്കേഷൻസ് എന്നൊക്കെ. എന്ന് പറഞ്ഞ പോലെ ഇവിടെ 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നുകിൽ ഒരു ഇഞ്ചുറിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്തെങ്കിലും ഒരു ഷാർപ്പ് ഇഞ്ചുറി, ബ്ലഡ് ഇഞ്ചുറി അങ്ങനെ എന്തെങ്കിലും കണ്ണിനുണ്ടായെന്ന് വെച്ചാൽ അപ്പോൾ ആ ഇഞ്ചുറിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് സെക്കൻഡറി ഗ്ലക്കോമ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് മെഡിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേനും എന്തെങ്കിലും കോർട്ടിക്കോസ്റ്റീറോയിഡ് തെറാപ്പി എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്കും ഈ ഒപ്റ്റിക് നെർവ് ഡാമേജ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതാണ് സെക്കൻഡറി ഗ്ലക്കോമയുടെ 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഐദർ ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് ഇഞ്ചുറി, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മെഡിക്കേഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും, ഏതെങ്കിലും മെഡിക്കേഷൻസ് നല്ല സ്പെസിഫിക്കലി കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എടുക്കുന്ന ആൾക്കാർക്കാണ് മോസ്റ്റ് ആയിട്ടും നമുക്കിതിന് ചാൻസസ് കണ്ടുവരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോർമൽ ടെൻഷൻ ഗ്ലക്കോമ. നോർമൽ ടെൻഷൻ ഗ്ലക്കോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇഡിയോപ്പതിക് എന്നാണ്. ദാറ്റ് മീൻസ് ദ കോസസ് അൺനോൺ. നമുക്ക് എന്താണ് കാരണം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒരു റീസൺ ഒന്നുമില്ല. ബട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സിംറ്റംസ് എവറിത്തിങ് ഇസ് കോറിലേറ്റിംഗ് ടു ഗ്ലക്കോമ. സിംറ്റംസ് എല്ലാം നോക്കുമ്പോഴത്തേക്കും അത് ഗ്ലക്കോമ ആണ്. എന്നാൽ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊട്ട് സ്പെസിഫിക്കലി ഒട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതാണ് നോർമൽ ടെൻഷൻ ഗ്ലക്കോമ എന്ന് പറയുന്നത്. ഇതാണ് ബേസിക്കലി ടൈപ്സ് ഓഫ് ഗ്ലക്കോമ. ഓപ്പൺ ആംഗിൾ അത് ക്രോണിക് ആണ്. അക്യൂട്ട് ക്ലോഷർ അല്ലെങ്കിൽ ആംഗിൾ ക്ലോഷർ എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ആണ്. കൺജനൈറ്റൽ ബൈ ബർത്ത്. സെക്കൻഡറി ഗ്ലക്കോമ 2 ടൈപ്സ് ആണ് വരുന്നത്, ബൈ ഇഞ്ചുറി ഓർ ഡ്യൂ ടു എനി മെഡിക്കേഷൻസ്. The next one is normal tension glaucoma. ഇതിന്റെ കോസ് എന്ന് പറയുന്നത് ഇഡിയോപ്പതിക് ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഗ്ലക്കോമ ഡയഗ്നോസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഗ്ലക്കോമ ഡയഗ്നോസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ മെയിനായിട്ട് ഗ്ലക്കോമ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി. ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററിക്കകത്തിൽ അവർ കളക്ട് ചെയ്യുന്ന, ഇപ്പം ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി അവർ എന്തിനാണ് കളക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ഗ്ലക്കോമ ഏതാണെന്ന് അറിയാനായിട്ടാണ്. ആംഗിൾ ക്ലോഷർ ഗ്ലക്കോമയാണോ, പിന്നെ ഓപ്പൺ ആംഗിൾ ആണോ, കൺജനൈറ്റൽ ആണോ, ഏത് ടൈപ്പ് ഓഫ് ഗ്ലക്കോമയാണോ ഉള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി. ഇപ്പം ഹെറിഡിറ്ററി, ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയി, കൺജനൈറ്റൽ ഗ്ലക്കോമ എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആണ്. അപ്പം ഹെറിഡിറ്ററി ആയിട്ട് എന്തെങ്കിലും ഗ്ലക്കോമ ആർക്കെങ്കിലും ഉണ്ടോ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി അവർ കളക്ട് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ടോണോമെട്രി. ടോണോമെട്രിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ IOP, അതായത് ഇൻട്രാ ഓക്കുലർ പ്രഷർ അവരെ മോണിറ്റർ ചെയ്യുന്നതാണ് ടോണോമെട്രിക്കകത്ത് ചെയ്യുന്നത്. നമ്മുടെ കണ്ണിന്റെ പ്രഷർ മോണിറ്റർ ചെയ്യും. ഓക്കെ, അതാണ് ടോണോമെട്രി. നെക്സ്റ്റ് വൺ ഇസ് പാക്കിമെട്രി. പാക്കിമെട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണിയയുടെ തിക്നെസ്, അതായത് ഇപ്പം നമ്മുടെ കോർണിയയുടെ നോർമൽ തിക്നെസ് കുറയുവാണെങ്കിൽ, ഇപ്പം തിക്നെസ് കുറവുള്ള കോർണിയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഗ്ലക്കോമയുടെ ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പം അത് കാരണമാണ് ഗ്ലക്കോമയുടെ റീസൺ ഈ കോർണിയയുടെ തിക്നെസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ തിക്നെസ് മെഷർ ചെയ്യും. അപ്പം തിക്നെസ് കുറവാണെങ്കിൽ ദർ ആർ മോർ ചാൻസസ് ടു ഗെറ്റ് ഗ്ലക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രിവെന്റീവ് മെഷർ പോലെ നമുക്ക് ഈ ഒരു സിംറ്റംസ് ഒക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു പ്രിവെന്റീവ് മെഷർ പോലെയും ഡോക്ടേഴ്സിന് ഇത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോർണിയയുടെ തിക്നെസ് കുറയുവാണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഗ്ലക്കോമ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാക്കിമെട്രി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പെരിമെട്രി. പെരിമെട്രി പേര് പോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിഷ്വൽ ഫീൽഡ് അനാലിസിസ് ആണ്. നമ്മൾക്ക് വിഷ്വൽ ലോസ് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സൈഡ് വിഷൻ ആണോ, മിഡിൽ വിഷൻ ആണോ, ഏത് ടൈപ്പ് വിഷൻ ലോസ് ആണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്, നമുക്ക് ഏത് സൈറ്റിലാണ് സൈറ്റ് കുറയുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെരിമെട്രി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മോണിറ്ററിംഗ് ഓഫ് ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവിന്റെ ഫംഗ്ഷൻസ്, അതായത് ഇപ്പം ബ്ലഡ് സപ്ലൈ പ്രോപ്പർ ആണോ, ഇമ്പൾസസ് പ്രോപ്പറായിട്ട് പാസ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഒപ്റ്റിക് നെർവ് ഫോട്ടോഗ്രാഫി എടുക്കും. അതിനെയാണ് മോണിറ്ററിംഗ് ഓഫ് ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഡയഗ്നോസിസിനകത്ത് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡോക്ടർ ഒരു ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി എടുക്കും. നെക്സ്റ്റ് വൺ ഇസ് ടോണോമെട്രി, പിന്നെ പാക്കിമെട്രി, പെരിമെട്രി, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്ററിംഗ് ഓഫ് ദ ഒപ്റ്റിക് നെർവ് അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ് ഫോട്ടോഗ്രാഫി നമ്മൾ പറയും. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് ഗ്ലക്കോമ ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇതിന്റെ ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റ് മെയിൻ ആയിട്ട് വരുന്നത് ഐ ഡ്രോപ്സ് ആണ്. നമുക്കറിയാം കണ്ണുമായിട്ട് എന്ത് ചെന്നാലും ഫസ്റ്റ് നമുക്ക് ഐ ഡ്രോപ്സ് ആണ് തരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഐ ഡ്രോപ്സ്. അതിൽ കുറയില്ല എന്നുണ്ടെങ്കിൽ പിൽസ് എന്തെങ്കിലും തരും, അതായത് ഇന്റേണലി കഴിക്കാനായിട്ട് എന്തെങ്കിലും മെഡിക്കേഷൻസ് തരും. അതിലും നിൽക്കത്തില്ലാത്ത കേസസ് മാത്രമേ സർജിക്കൽ മാനേജ്മെന്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇപ്പം ഈ മാനേജ്മെന്റ് പറയുമ്പോൾ ട്രീറ്റ്മെന്റ് ഓഫ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് പറയുമ്പോഴത്തേക്കും ഓർത്തോണം ഓപ്പൺ ആംഗിൾ ഗ്ലക്കോമയുടെ ട്രീറ്റ്മെന്റ്, അതായത് അക്യൂട്ട് ഗ്ലക്കോമയുടെ ആംഗിൾ ക്ലോഷർ ഗ്ലക്കോമ. ആംഗിൾ ക്ലോഷർ ഗ്ലക്കോമയാണ് അക്യൂട്ട്. ആംഗിൾ ക്ലോഷർ ഗ്ലക്കോമയുടെ ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എൻ മെഡിക്കൽ എമർജൻസി. ഞാൻ പറഞ്ഞു അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്. അപ്പം എന്തുകൊണ്ടാണ് ഗ്ലക്കോമ ഉണ്ടാകുന്നത്? ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടുന്നത് കൊണ്ട്. അപ്പം എമർജൻസിയിൽ ഒരു പേഷ്യന്റ് എത്തുമ്പോഴത്തേക്കും ഡോക്ടറിന്റെ കൺസേൺ എന്ന് പറയുന്നത് കണ്ണിന്റെ പ്രഷർ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം വെരി സഡൻ ഫസ്റ്റ് അവർ കണ്ണിൽ മരുന്ന് ഒഴിച്ചു നോക്കും കുറയുന്നുണ്ടോന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ അവര് പിൽസ് ഒന്നും അവിടെ കൊടുക്കാനായിട്ടുള്ള ഒരു സാവകാശം കാണത്തില്ല. ദെൻ ദേ വിൽ ഗോ ഫോർ ലേസർ ട്രീറ്റ്മെന്റ്. ആംഗിൾ ക്ലോഷർ ഗ്ലക്കോമയുടെ ലേസർ ട്രീറ്റ്മെന്റ് പറയുന്ന പേരാണ് ലേസർ പെരിഫറൽ ഇറിഡോട്ടമി. ഇറിഡോട്ടമി എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പണിംഗ് ആണ്, അതായത് ഒരു ഹോൾ, ചെറിയ സ്മോൾ ഹോൾസ് ഇവര് ക്രിയേറ്റ് ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇവര് ലേസർ ത്രൂ ഇവര് ഹോൾസ് ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ലേസർ പെരിഫറൽ ഇറിഡോട്ടമി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ട്രീറ്റ്മെന്റ് ഫോർ ആംഗിൾ ക്ലോഷർ ഗ്ലക്കോമ എന്ന് എഴുതിയിരിക്കുന്നത്. അത് മാത്രമാണ് ഒരു ഡിഫറൻസ് വരുന്നത്. ആസ് ഇറ്റ് ഇസ് എ മെഡിക്കൽ എമർജൻസി അവർ സഡൻ ആയിട്ട് ദിൽ ട്രൈ ഐദർ വിത്ത് എന്തെങ്കിലും ഐ ഡ്രോപ്സ്, അതല്ല എന്നുണ്ടെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ് ആയിരിക്കും അവർ ചെയ്യുന്നത്. അത് ചെയ്യുന്ന സർജറിയുടെ പേരെന്ന് പറയുന്നത് ലേസർ പെരിഫറൽ ഇറിഡോട്ടമി എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗ്ലക്കോമയിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. എന്തൊക്കെയാണ് അതിന്റെ സിംറ്റംസ്, എന്താണ് കോസ്, എന്താണ്, എങ്ങനെ നമുക്ക് ഇതിനെ ഡയഗ്നോസ് ചെയ്യാം, ടൈപ്സ് എന്താണ്, ട്രീറ്റ്മെന്റ് എന്താ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിന്റെ കോഡിങ് വളരെ എളുപ്പമാണ്. കോഡിങ്ങിൽ നമുക്ക് 2 to 3 ഗൈഡ് ലൈൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇനി നമുക്ക് അതിന്റെ ഗൈഡ് ലൈൻസ് എന്താണെന്ന് നോക്കാം.
അപ്പം ഇനി ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ICD ഗൈഡ് ലൈൻസ് ആണ്. ഗ്ലക്കോമയുടെ ICD ഗൈഡ് ലൈൻസ് മെയിനായിട്ട് 2 ഗൈഡ് ലൈൻ ആണ് വരുന്നത്. ഒന്ന് ഗ്ലക്കോമയുടെ അണ്ടറിൽ ഒരു 5 പോയിന്റ്സ് വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ട് ഒരു B പോയിന്റ് ആണ് വരുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇപ്പം ഫസ്റ്റ് പോയിന്റ് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം അറിയണം. ടൈപ്സ് ഓഫ് ഗ്ലക്കോമ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സ്റ്റേജസ് ഓഫ് ഗ്ലക്കോമ. സ്റ്റേജസ് ഓഫ് ഗ്ലക്കോമ എന്ന് പറയുന്നത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, ഇൻഡിറ്റർമിനന്റ് ആൻഡ് അൺസ്പെസിഫൈഡ് ഇങ്ങനെയാണ് വരുന്നത്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡിറ്റർമിനന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറിന് അത് ക്ലിയർലി മനസ്സിലാവുന്നില്ല വിച്ച് സ്റ്റേജ് ഓഫ് ഗ്ലക്കോമ, അതായത് പേഷ്യന്റിന് മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ എന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മോഡറേറ്റ് ആണോ സിവിയർ ആണോ എന്ന് ഡോക്ടറിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുന്ന കേസസിലാണ് ഇൻഡിറ്റർമിനന്റ് എന്ന് ഡോക്ടർ പറയുന്നത്. അൺസ്പെസിഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻഷൻ ചെയ്തിട്ടില്ല, ഓൺലി ടൈപ്പ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, സ്റ്റേജ് ഓഫ് ഗ്ലക്കോമ മെൻഷൻ ചെയ്തിട്ടില്ല. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇത് തെറ്റിപ്പോകരുത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോഡ് ചെയ്യുന്ന സമയത്ത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഗൈഡ് ലൈൻ നോക്കാം. ഫസ്റ്റ് ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ അസൈനിങ് ഗ്ലക്കോമ കോഡ്സ്. ഗ്ലക്കോമ കോഡ്സ് അസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് ഓഫ് ഗ്ലക്കോമ നോക്കണം, അതേപോലെ തന്നെ സ്റ്റേജ് ഓഫ് ഗ്ലക്കോമ നോക്കണം, അതേപോലെ തന്നെയാണ് ലാറ്ററാലിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കണ്ണിനാണ് ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഐ, ലെഫ്റ്റ് ഐ ഓർ ബൈലാറ്ററൽ. ബൈലാറ്ററൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റും ലെഫ്റ്റും സെപ്പറേറ്റ്ലി കോഡ് ചെയ്യേണ്ട കാര്യമില്ല. ബൈലാറ്ററൽ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് കോഡ് കിട്ടും. അപ്പം ആ കോഡ് നമ്മൾ ചൂസ് ചെയ്താൽ മതിയാവും. H40 ആണ് അതിന്റെ കാറ്റഗറി കോഡ് വരുന്നത്. അപ്പം നിങ്ങൾ മെയിനായിട്ട് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ടൈപ്പ് ഓഫ് ഗ്ലക്കോമ നോക്കണം, സ്റ്റേജ് ഓഫ് ഗ്ലക്കോമ നോക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ നോക്കേണ്ടത് ലാറ്ററാലിറ്റി ഓഫ് ദ ഐ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബൈലാറ്ററൽ ഗ്ലക്കോമ വിത്ത് സെയിം ടൈപ്പ് ആൻഡ് സ്റ്റേജ്. ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങൾ സ്റ്റേജ് നോക്കണം, ടൈപ്പ് നോക്കണം. ഇപ്പം 2 കണ്ണിനും ഒരേ സ്റ്റേജ് ആണെന്ന് വെച്ചോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്പൺ ആംഗിൾ ഗ്ലക്കോമ ഫോർ ദ റൈറ്റ് ഐ, ഓപ്പൺ ആംഗിൾ ഗ്ലക്കോമ ഫോർ ദ ലെഫ്റ്റ് ഐ. അപ്പം ഇങ്ങനെ വരുന്ന കേസസിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓപ്പൺ ആംഗിൾ ഗ്ലക്കോമ ഫോർ ദ റൈറ്റ് ഐ, ലെഫ്റ്റ് ഐ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഓപ്പൺ ആംഗിൾ ഗ്ലക്കോമ ബൈലാറ്ററൽ ഐസ് അങ്ങനെ നിങ്ങൾ കോഡ് ചെയ്താൽ മതി. ഓക്കെ, ഓപ്പൺ ആംഗിൾ ഇപ്പൊ സ്റ്റേജ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ, മൈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആംഗിൾ ഗ്ലക്കോമ മൈൽഡ് സ്റ്റേജ് ബൈലാറ്ററൽ ഐസ്. ഓക്കെ, ഇതാണ് അതിനകത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പം സെയിം സ്റ്റേജ് ആണോ, സെയിം ടൈപ്പ് ആണോ, സെയിം ലാറ്ററാലിറ്റി 2 ഉണ്ടെങ്കിൽ 2നും കൂടെ കൂട്ടിയിട്ട് ബൈലാറ്ററൽ എന്നുള്ളൊരു സിംഗിൾ കോഡ് ചൂസ് ചെയ്താൽ മതി. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. H40.1333. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനും ഫ്രണ്ടിലായിരിക്കുന്നെങ്കിൽ നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഡിസ്ക്രിപ്ഷൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ്മെന്റഡ് ഗ്ലക്കോമ ബൈലാറ്ററൽ സിവിയർ സ്റ്റേജ്. ദാറ്റ് മീൻസ് 2 കണ്ണിനും ഗ്ലക്കോമ അഫക്റ്റഡ് ആണ്, സിവിയർ സ്റ്റേജുമാണ്, സെയിം ടൈപ്പ് ഓഫ് ഗ്ലക്കോമയുമാണ്. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. Then next one, bilateral glaucoma stage with type or stages. ഇതിനകത്ത് വരുന്നത് വിത്ത് ഡിഫറെന്റ് എന്നുണ്ട്, ഇവിടെ എഴുതാൻ വിട്ടുപോകുന്നത് വിത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓർ സ്റ്റേജസ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഫസ്റ്റ് വൺ റൈറ്റ് ഐക്ക് വരുന്നത് ഇപ്പം മൈൽഡ് സ്റ്റേജ് ആണെന്ന് വെച്ചോ, ലെഫ്റ്റ് ഐക്ക് വരുന്നത് മോഡറേറ്റ് സ്റ്റേജ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്പൺ ആംഗിൾ ഗ്ലക്കോമയാണ്. അപ്പോൾ പേഷ്യന്റ് ഇസ് സഫറിംഗ് വിത്ത് ഓപ്പൺ ആംഗിൾ ഗ്ലക്കോമ, റൈറ്റ് ഐ മൈൽഡ് സ്റ്റേജും ലെഫ്റ്റ് ഐ മോഡറേറ്റ് സ്റ്റേജുമാണെങ്കിൽ നിങ്ങൾ 2ഉം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കോഡ് ചെയ്യണം. കാരണം റൈറ്റ് ഐക്ക് മൈൽഡും ലെഫ്റ്റ് ഐക്ക് മോഡറേറ്റും ആകുമ്പോഴത്തേക്കും നമ്മുടെ സിവിയാരിറ്റിക്ക് വ്യത്യാസം വരുന്നത് മനസ്സിലായി. സ്റ്റേജസ് ഓഫ് ഗ്ലക്കോമ ഡിഫറെൻ്റ് ആണ്. ഈവൻ ദോ ടൈപ്പ് ഓഫ് ഗ്ലക്കോമ സെയിം ആണെങ്കിൽ കൂടി സ്റ്റേജ് ഡിഫറെൻ്റ് ആയത് കാരണം നമ്മൾ 2 ആയിട്ട് വേണം അത് കോഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ സെക്കൻഡ് ഗൈഡ് ലൈനകത്ത് എന്നാ പറഞ്ഞേക്കുന്നത്, ടൈപ്പ് സെയിം ആണ്, സ്റ്റേജ് സെയിം ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ കോഡ് അസൈൻ ചെയ്യുന്നത്. ഇവിടെ ഈവൻ ദോ ടൈപ്പ് സെയിം ആണെങ്കിലും സ്റ്റേജ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇപ്പം ചില കേസസിൽ നിങ്ങൾക്ക് തിരിച്ചും കിട്ടാം, സ്റ്റേജ് ഒരുപോലെ ആകാം, 2 കണ്ണിനും സിവിയർ സ്റ്റേജ് ആയിരിക്കും. ബട്ട് ഒന്ന് ഓപ്പൺ ആംഗിൾ ഗ്ലക്കോമയും ഒന്ന് ആംഗിൾ ക്ലോഷർ ഗ്ലക്കോമയാണെങ്കിലോ, മനസ്സിലായോ, അങ്ങനെയും വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഐദർ വേ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് സിംഗിൾ കോഡ് അസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കോഡ്സ് നമ്മൾ അസൈൻ ചെയ്യണം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. H40.221
H40.2222 എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത് ക്രോണിക് ആംഗിൾ ക്ലോഷർ ഗ്ലക്കോമ റൈറ്റ് ഐ മൈൽഡ് സ്റ്റേജ് എന്നാണ്. 2211 ഇവിടെ 1 എഴുതാൻ വിട്ടുപോയി, 11 എന്ന് വരുന്നത്. പിന്നെ H40.2222 എന്ന് വരുന്നത് ക്രോണിക് ആംഗിൾ ക്ലോഷർ ഗ്ലക്കോമ ലെഫ്റ്റ് ഐ മോഡറേറ്റ് സ്റ്റേജ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് കോഡ്സിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റേജിന്റെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ടൈപ്പ് സെയിം ആണ്, ബട്ട് സ്റ്റേജ് മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, തെറ്റിപ്പോകരുത്. ഫോർത്ത് എന്ന് പറയുന്നത് പേഷ്യന്റ് അഡ്മിറ്റഡ് വിത്ത് ഗ്ലക്കോമ ആൻഡ് സ്റ്റേജ് ഇവോൾവ്സ് ഡ്യൂറിങ് അഡ്മിഷൻ. ഓക്കെ, ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി, ഇപ്പൊ സെയിം സിനാരിയോ തന്നെ എടുക്കാം. ക്രോണിക് ആംഗിൾ ക്ലോഷർ ഗ്ലക്കോമ റൈറ്റ് ഐ മൈൽഡ് സ്റ്റേജ്. അപ്പം പേഷ്യന്റിന് രണ്ട് കണ്ണിനും സർജറിക്ക് വേണ്ടിയിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് കണ്ണിനും മൈൽഡ് സ്റ്റേജ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്ന് പേഷ്യന്റ് അഡ്മിറ്റ് ആയെന്ന് വെച്ചാൽ അപ്പം നാളത്തേനാണ് സർജറി വെച്ചിരിക്കുന്നത്. അപ്പം അന്ന് ഇപ്പം നാളെ സർജറി ആണെങ്കിൽ നാളെ രാവിലെ ഡോക്ടർ ഒന്നും കൂടെ വന്ന് പേഷ്യന്റിനെ നമുക്ക് ചെക്കപ്പ് ചെയ്യുമല്ലോ. അപ്പം ഇന്ന് പേഷ്യന്റിന് നോർമൽ റൊട്ടീൻ ചെക്കപ്സ് എല്ലാം കഴിഞ്ഞ് നാളെ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുവന്നതിന് മുന്നേ ഡോക്ടർ ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്യാനായിട്ട് വന്നു. അപ്പൊ ഡോക്ടർ ഐഡന്റിഫൈ ചെയ്യുവാണ്, ഓ റൈറ്റ് ഐ മൈൽഡ് ആയിരുന്നു, ബട്ട് ഇന്നിപ്പോ നോക്കുമ്പോഴത്തേക്ക് അത് മോഡറേറ്റ് സ്റ്റേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ രണ്ട് കണ്ണിനും മോഡറേറ്റ് സ്റ്റേജ് ആണ്. അപ്പം അങ്ങനെ വരുന്ന കേസസിൽ മോഡറേറ്റ് സ്റ്റേജ് വേണം നമ്മൾ കോഡ് ചെയ്യാൻ. കാരണം മൈൽഡ് സ്റ്റേജ് കഴിഞ്ഞു പോയി. മൈൽഡ് സ്റ്റേജിൽ പേഷ്യന്റ് ഇപ്പം ഇവോൾവ് ചെയ്ത് മോഡറേറ്റ് സ്റ്റേജിലോട്ട് മാറി. അപ്പം ഏത് സ്റ്റേജിലോട്ടാണോ ഇപ്പം അറ്റ് പ്രസന്റ് നിൽക്കുന്നത് ആ സ്റ്റേജ് വേണം നമ്മൾ കോഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? അതായത് ഇനീഷ്യലി പേഷ്യന്റ് അഡ്മിറ്റ് ആയത് ചിലപ്പോൾ മൈൽഡ് സ്റ്റേജ് ആയിട്ടായിരിക്കും, ബട്ട് അറ്റ് ദ ടൈം ഓഫ് സർജറി പേഷ്യന്റിന് മോഡറേറ്റ് ആണെങ്കിൽ ആ മോഡറേറ്റ് സ്റ്റേജ് വേണം നമ്മൾ കോഡ് ചെയ്യാൻ. ഓക്കെ, ദ സെയിം സിനാരിയോ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ചിലപ്പോൾ മോഡറേറ്റ് ആയിരിക്കും, ഓപ്പറേഷൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ സിവിയർ ആയിരിക്കാം. സ്റ്റേജ് ക്യാൻ ഡിഫർ, അതുകൊണ്ടാണ് ഇവിടെ എനി സ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫ്രം എനി സ്റ്റേജ്, മൈൽഡ് ടു മോഡറേറ്റ്, മോഡറേറ്റ് ടു സിവിയർ, എങ്ങനെ വേണമെങ്കിലും ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഏത് സ്റ്റേജിലാണോ പേഷ്യന്റിനെ സർജറിയിൽ എടുക്കുന്നത് ആ സ്റ്റേജ് വേണം നമ്മൾ കോഡ് ചെയ്യാനായിട്ട്. ഓക്കെ, the next one is indeterminate stage of glaucoma. Indeterminate stage of glaucoma എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു സ്റ്റേജസ് ഓഫ് ഗ്ലക്കോമ പറഞ്ഞപ്പം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല വിച്ച് സ്റ്റേജ് ഓഫ് ഗ്ലക്കോമ ഇറ്റ് ഇസ്. ഓക്കെ, ഏത് സ്റ്റേജിലാണോ ഉള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ലാത്ത കേസ്, അപ്പൊ നമുക്ക് ഡോക്ടറുടെ ഡോക്യുമെന്റേഷനിൽ ക്ലിയർ ആയിട്ട് തന്നെ ഡോക്യുമെന്റഡ് ആയിരിക്കും. ഇൻഡിറ്റർമിനന്റ് സ്റ്റേജ് ഓഫ് ഗ്ലക്കോമ എന്ന് ക്ലിയർലി ഡോക്യുമെന്റഡ് ആയിരിക്കും. അതിന്റെ ക്യാരക്ടർ 7th ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇവിടെ ഒക്കെ നിങ്ങൾ നോക്കി അറിയാം 3 അല്ലെ 7th ക്യാരക്ടർ വന്നേക്കുന്നത്. അപ്പം ഈ ഇൻഡിറ്റർമിനന്റ് സ്റ്റേജ് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ 7th ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും വരുന്നത്. അൺസ്പെസിഫൈഡ് ആണെങ്കിൽ 0 ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം ഇതാണ് മെയിൻ ആയിട്ട് ഗ്ലക്കോമയുടെ അണ്ടറിൽ വരുന്ന 5 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ അസൈനിങ് കോഡ്സ്. അസൈനിങ് കോഡ്സ് വരുമ്പോഴത്തേക്കും ടൈപ്പ് നോക്കണം, സ്റ്റേജ് നോക്കണം. ഓക്കെ, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈലാറ്ററൽ ഗ്ലക്കോമ വിത്ത് സെയിം ടൈപ്പ് ആണ്, സ്റ്റേജും സെയിം ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്നെങ്കിലും ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് വേണം കോഡ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ സ്റ്റേജ് ഇവോൾവ്സ് ഡ്യൂറിങ് അഡ്മിഷൻ. അഡ്മിറ്റ് ആയതിനു ശേഷം പ്രോഗ്രസ് ചെയ്യുന്നതാണ് സ്റ്റേജ്. ആ പർട്ടിക്കുലർ സ്റ്റേജ് വേണം നമ്മൾ കോഡ് ചെയ്യാനായിട്ട്. ഇൻഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റേജ് ഇസ് നോട്ട് ഡിഫൈൻഡ്, കറക്റ്റ് ആയിട്ട് അറിയില്ല. അതാണ് ഗ്ലക്കോമയുടെ അണ്ടറിൽ വരുന്ന പോയിന്റ്സ്. നെക്സ്റ്റ് വൺ ഇസ് ബ്ലൈൻഡ്നെസ്. ബ്ലൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വിഷ്വൽ ലോസിന്റെ കാര്യമാണ് വരുന്നത്. അതിനകത്തിൽ പാർഷ്യൽ വിഷ്വൽ ലോസ്, അതിന് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ഗൈഡ് ലൈൻ ആയിട്ടൊന്നും അവർ പറയുന്നില്ല. ജസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡോക്യുമെന്റേഷൻ ശ്രദ്ധിക്കണം. വെദർ ഇറ്റ് ഇസ് എ സഡൻ വിഷ്വൽ ലോസ്, പാർഷ്യൽ വിഷ്വൽ ലോസ് ആണോ, കംപ്ലീറ്റ് വിഷ്വൽ ലോസ് ആണ്, ഏത് ടൈപ്പ് ഓഫ് വിഷ്വൽ ലോസ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന്റെ എല്ലാം കാറ്റഗറി കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 54 H54 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്ലക്കോമയ്ക്കകത്ത് വരുന്നത്. ഗൈഡ് ലൈൻ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഗ്ലക്കോമ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നത്. ടൈപ്പ് ഓഫ് ഗ്ലക്കോമ എന്താണ്, സ്റ്റേജ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പ്രീവിയസ്ലി ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള കാരണം എന്താ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുവാണെങ്കിൽ ഈ കോഡിംഗ് ഗൈഡ് ലൈൻസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇന്ന് പറഞ്ഞതല്ല എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക millicentmoms08@gmail.com. അതും അല്ലാന്നുണ്ടെന്നുമില്ല ഞങ്ങളുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പ് ഉണ്ട്. സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഞങ്ങളുടെ മിൽസൺ മോംസിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം.
അല്ലാതെ നമുക്കൊരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ട് ടെലഗ്രാമിൽ. അപ്പം അതിൽ ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും ഇപ്പം ഞങ്ങൾ പഠിപ്പിക്കാത്ത ചാപ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും ഇപ്പം വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പം ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട്. അവർക്ക് വേണ്ട ഹെൽപ്സും കാര്യങ്ങളും എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാമിലാണ് സോൾവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെയിൽ ചെയ്യുക. ഓക്കെ, അപ്പം ഇനി കാണുന്നവരേക്കും ബൈ.